ഹായ് ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇടുക്കി ജില്ലയിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. അത് നമ്മൾ ഇരുമ്പുപാലത്ത്, അടിമാലിക്കടുത്ത് ഇരുമ്പുപാലത്താണ് ഈ സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. ചെറിയൊരു സ്വിറ്റ്സർലാൻഡ് ഒരു മോഡൽ സെറ്റാണ്. ഇവിടെ ചെറിയ ചെക്കാൻ പോലത്തെ സംഭവമാണ്. അപ്പോൾ മൂന്നാർ പോണവർക്കൊക്കെ വന്ന് കാണാൻ പറ്റും. ഇരുമ്പാലത്ത് കുറച്ചും കയറി വന്നാൽ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതുണ്ടോ, നമ്മൾ ഈ വന്ന വഴിക്ക് വന്നിട്ട് ഇവിടെ ചെറിയ വഴിയാണ്. ഇപ്പോൾ ടാറിംഗ് റോഡാണ്. ഇവിടുന്ന് ചെറിയ വഴി ഇച്ചിരി കയറിയത് 200 മീറ്റർ കയറുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പോട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പോട്ടിൽ നിന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ജില്ലയിൽ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. കണ്ടോ ഗൈസ്, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലമാണ് നോക്കി. കണ്ടോ, താഴെ ഒരു ചെറിയ ചെക്ക് ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല അടിപൊളി സ്പോട്ടല്ലേ നോക്കി, കിടിലൻ സ്പോട്ട്. നമ്മുടെ ഇരുമ്പുപാലത്ത് നിന്ന് കുറച്ചും കയറി വന്നാൽ മതി. അവിടെ നിന്ന് ഇരുമ്പാലം സിറ്റി കഴിഞ്ഞ് പോന്ന് കഴിയുമ്പോൾ തന്നെ 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ എഡിസൺ പബ്ലിക് സ്കൂളുണ്ട്. ആ വഴി കയറി പോന്ന് കഴിഞ്ഞാൽ ആണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. നല്ല കിടിലൻ സ്പോട്ടാണ്. കണ്ടോ, അതെ അടിപൊളി. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി കാണാൻ, സൂപ്പറല്ലേ. കണ്ടോ, അതെ ഇവിടെ കാണാനൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ഈ ആകാശവും കണ്ടോ, ഇവിടെ പിള്ളേരൊക്കെ സൈക്കിൾ എടുക്കുന്നുണ്ടോ, അടിപൊളി, നല്ല സ്പേസ്, എന്ത് രസം നോക്കി. നമ്മുടെ ഇതിനെ സ്വിറ്റ്സർലാൻഡ് എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു പേരാണ് ഇവിടെ വിളിക്കുന്നത് കേട്ടോ. മഴയൊക്കെ വന്ന് തുടങ്ങിയുള്ളൂ. മഴയൊക്കെ വന്ന് തുടങ്ങിയ താഴെ ഭാഗത്ത് നിറച്ച് വെള്ളമൊക്കെ കാണും. എൻ്റെ ബാക്കിൽ കണ്ടോ, ഈ കുറച്ച് അങ്ങോട്ട് ഒരു പാറ ഇരിക്കുന്നുണ്ട്. ആ പാറയുടെ മേലെ നമുക്ക് പോയി ഇങ്ങനെ ആസ്വദിക്കാം. ഇഷ്ടംപോലെ റീൽസ് എടുക്കാനൊക്കെ ഒത്തിരി ആളുകളൊക്കെ ഇതിലൂടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നാ പറഞ്ഞത്, ഇത് എൻ്റെ ബാക്കിലുണ്ടോ ആ പോത്തൊക്കെ കാണുന്നുണ്ടോ, ഈ ഭാഗത്തൊക്കെ നിറച്ച് വെള്ളമായിരിക്കും. പുറകിൽ ചെറിയ ഇവിടെ ചെക്കിടാൻ പോലെയാണ്, വെള്ളം ഇങ്ങനെ കെട്ടിനിർത്തിയൊക്കെയാണ്. അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ. കണ്ടോ, അവിടെയാണ് ചെക്ക് ഡാമിൻ്റെ വെള്ളം. ഇപ്പം മഴ തുടങ്ങിയതുകൊണ്ട് കുറച്ച് വെള്ളമുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും നിറച്ച് വെള്ളമൊക്കെ വന്ന് ഇവിടെ അടിപൊളി ലുക്കാവും. നല്ല അടിപൊളി പ്ലേസാണ്. ഇപ്പം നിങ്ങൾക്ക് വലിയ ഷോർട്ട് ഫിലിം പിടിക്കുമെങ്കിലോ അല്ലെങ്കിൽ റീൽസ് തിരിയുമെങ്കിലോ ഒക്കെ വരാം. നല്ല അടിപൊളി പ്ലേസാണ്. നമ്മൾ ആ മുമ്പോട്ടൊക്കെ പോയിക്കുമ്പോൾ അവിടെ ഒരു പാറയൊക്കെ ഉണ്ട്. ആ പാറ കഴിഞ്ഞ് പോകുമ്പോൾ ജൂക്കാലി, ഇവിടെ മൊത്തം നിൽക്കുന്ന മരങ്ങളെല്ലാം ജൂക്കാലിയാണ്. അവിടെ ജൂക്കാലി ഒരു തോട്ടം തന്നെ ഉണ്ട്. ഇവിടെ ഈ കഴിഞ്ഞ മഴയത്ത് മറിഞ്ഞടിയാണ്. അതുകൊണ്ട് വഴി ചെറിയ ബ്ലോക്കാണ്. എല്ലാ വണ്ടി ഇവിടം വരെ വരും കേട്ടോ. എല്ലാ വണ്ടികളും ഇവിടം വരെ വരും. നല്ല കിടുവാണ്. പിള്ളേരൊക്കെ ഇവിടെ നിന്ന് ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. കണ്ടോ, ഇപ്പോൾ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ വരുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ താഴെ ഒത്തിരി സ്പൈസസും കാര്യങ്ങളും റിസോർട്ടുകളുണ്ട്. അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതിലൂടെയാണ് ഓഫ് റോഡ്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇങ്ങോട്ട് കുറച്ചും പോയി കഴിയുമ്പോൾ ഈ പുൽത്തായിൽ കൊടുക്കണ ഒരു ഇഞ്ചിപ്പുല്ല് എന്ന് പറഞ്ഞ സംഭവം കണ്ടോ. ഇഞ്ചിപ്പുല്ല് പണ്ട് കാലത്തേക്കുള്ള വാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഇഞ്ചിപ്പുല്ലിൻ്റെ ഇതാണ് ഇവിടെ മൊത്തം. അപ്പോൾ ആ ഇഞ്ചിപ്പുല്ല് വാറ്റി എടുക്കാൻ വേണ്ടിയുള്ള പുല്ലുകൾ ഇങ്ങനെ നിറച്ച് നിൽക്കുന്നുണ്ട്. ആ പുല്ലുകളുടെ ഇടയിലൂടെയാണ് നമ്മൾ ഈ ഓഫ് റോഡ് ട്രക്കിങ് ജീപ്പുകളൊക്കെ പോകണേ. ഇവിടെ മരം പറഞ്ഞ് കിടക്കുന്നുണ്ട്, 2 ദിവസമേ ഉള്ളൂ, മാറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ വണ്ടികളും ഇവിടെ കയറി വരും. അടിപൊളി പ്ലേസാണ്. നല്ല എന്നാ പറഞ്ഞത്, നല്ല രസമാണ്. ഇപ്പോൾ മഴയൊക്കെ മാറിയിരിക്കുകയാണ്. ഒരു കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞാൽ മഴയൊക്കെ വന്ന് സെറ്റായി കഴിയുമ്പോൾ നിറച്ച് വെള്ളമായിരിക്കും. ഇവിടെയൊക്കെ വെള്ളം കെട്ടി സെറ്റായിട്ട് വെക്കും. കണ്ടോ, നല്ല പുല്ലൊക്കെ വളർന്ന് ഇപ്പോൾ ഈ ഇതിലൂടെ നടന്നു പോകണ ഈ സൈഡിൽ കൂടെ ഒക്കെ നിറച്ച് എന്നാ പറഞ്ഞാൽ വെള്ളം വരും. വെള്ളം വന്ന് കെട്ടിക്കിടക്കും. അവിടെ ഒരു ചെറിയ ചെക്ക് ഡാം പോലെ ഉണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതൊക്കെ നല്ല ജൂക്കാലി മരമാണ്. ആ ഒരു ലുക്ക് നിങ്ങൾ നോക്കി, അതിൻ്റെ ഒരു വൈബ് നോക്കി. ഇതുപോലെ അവധി സമയത്തൊക്കെ ഇങ്ങനെ സൈക്കിളിട്ട് വരും. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടു, നമ്മുടെ 2 സബ്സ്ക്രൈബറാണ്, ഫോളോവേഴ്സാണ്. അപ്പോൾ നമുക്ക് അവരോടും ചോദിക്കാം. ഒരു മിനിറ്റ് നിർത്തുമോ? നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാണോ? ഇവിടെ കളിക്കാനൊക്കെ വരാറുണ്ടോ? കളിക്കാൻ വരാറുണ്ടല്ലോ. എൻ്റെ പേരെന്നാ? എൻ്റെ ഒരു കൃഷ്ണേശ്. നമ്മൾ വീഡിയോ കാണാറുണ്ടോ? ലൈക്ക് കൊടുക്കാറില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങളെവിടെ പഠിക്കണേ? 10ാം. എത്രയിലാണ് പഠിക്കണേ? 9. ഇവനോ? 2. രണ്ടുപേരും 10ാം. അടിപൊളി. അപ്പോൾ എപ്പോഴും ഇവിടെ നിങ്ങൾക്ക് കളിക്കുകയൊക്കെ ചെയ്യാം. നല്ല രസമുണ്ടല്ലേ? ഓക്കെ. ജീപ്പ് കാറൊക്കെ പോകുമായിരിക്കും. നമ്മൾ പോയിട്ടില്ല. കുറച്ച് ഞാനങ്ങൾ പോയി കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, എവിടെയൊക്കെ വന്നിരുന്നാലും ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമാണ്. കണ്ടോ, ഇവിടെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞാൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, പശുവിനൊക്കെ കൊണ്ട് ഇവിടെ കെട്ടിയുണ്ട്. കണ്ടോ, പശു നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ഫോളോവറാണോ? ഹായ്, നോക്കണം കേട്ടോ. ഇതിലൂടെ പോകണം. ഇനി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഫുൾ ജൂക്കാലി പ്ലാന്റേഷനാണ്. അതിലൂടെ ജീപ്പൊക്കെ വരാറുണ്ട്. ഇന്നിപ്പോൾ അവിടെ വഴി ബ്ലോക്കായതുകൊണ്ടായിരിക്കും വണ്ടി വരാത്തത്. എന്തായാലും അടിപൊളി വൈബാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ പാറപ്പുറത്ത് കയറാന്നുണ്ടോ, നമുക്ക് എല്ലാവരും കയറാൻ. കുട്ടികളൊക്കെ കയറി അതിൻ്റെ മുകളിലേക്ക് ഉണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. കണ്ടോ, അതിൻ്റെ മുകളിലിരിക്കാം. നമ്മൾ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ആളാണ്. പക്ഷേ എന്നാലും പലർക്കും അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നും. ഇതിലൂടെയൊക്കെ ട്രക്കിങ്ങിനും ആൾക്കാരല്ലാത്തവരൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ വരുമ്പോൾ ഇവിടെ വരിക. നല്ല അടിപൊളി കിടിലൻ സ്പോട്ടാണ്. കണ്ടോ, എന്ത് രസം നോക്കി നമ്മളിവിടെ കാണാൻ. അടിപൊളി. കണ്ടോ, ഇതിലൂടെ വെള്ളമൊക്കെ വരുമ്പോൾ നിറച്ച ആൾക്കാർ ഇവിടെ ഇറങ്ങി കുളിക്കാനും എല്ലാത്തിനൊക്കെ വരാറുണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ്. കണ്ടോ, അതിമനോഹരമായിട്ടുള്ള സ്ഥലം. കണ്ടോ, ചെക്ക് ഡാമിൽ വെള്ളമൊക്കെ നിൽക്കുന്നുണ്ട്. കണ്ടോ, എന്ത് രസം നോക്കി സ്ഥലം കാണാൻ. അപ്പോൾ നമ്മുടെ ഇരുമ്പുപാലത്തിൻ്റെ
ഇടുക്കി ജില്ലയുടെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. കണ്ടോ, പൊളി വൈബ്, ഒന്നും പറയാനില്ല കാശ്, ഒന്നും പറയാനില്ല, സൂപ്പർ. ഹായ്, കണ്ടോ ചെക്ക് ഡാമുണ്ട്. ചെക്ക് ഡാമിൽ വെള്ളം ഉണ്ടായതന്നെ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോട്ടോ. ഇവിടെ നിറച്ച് വെള്ളം കെട്ടി തൊട്ട് മുകളിലൊരു വെള്ളം വരും. വെള്ളം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ ചാടി കുളിക്കാനും എല്ലാത്തിനും ഇറങ്ങുന്നൊരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലെ വെള്ളം കവിഞ്ഞൊഴുകും. മഴയൊക്കെ ആയി വന്നുള്ളൂ, അതുകൊണ്ട് വെള്ളം കുറവാണ്. കണ്ടോ, വെള്ളം തീരെ കുറവാണ്. എന്നാലും എന്നെ രസം നോക്കി കാണാൻ സൂപ്പറല്ലേ. കണ്ടോ, അതേ മുത്തിക്കാട് എന്ന് പറയും. മുത്തിക്കാട് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരട്ടോ. വെള്ളത്തിൽ കായ ഉണ്ടാക്കി കിടക്കണുണ്ടോ, ചുണ്ടങ്ങയാണെന്ന് എനിക്ക്, ചുണ്ടങ്ങയോ അങ്ങനെ എന്തോ പേര് പറയണേ. മഴയങ്ങ് പെയ്ത് കുറച്ചങ്ങ് ശക്തമാകുമ്പോഴത്തേക്കും കിടിലനായിരിക്കും. വേണ്ടോ, ഇതിലൂടെ വരാനും ഇപ്പം നടന്നുകൊണ്ട് അതിലൂടെയൊക്കെ നിറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ ഇവിടെ വന്ന് റീലെടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെയാണ്. കിടിലൻ ഒരു വൈബാണ്. കണ്ടോ, എന്ത് രസമാണ് നോക്കിയാണ് അല്ലേ, അടിപൊളിയല്ലേ. ഇതിലൂടെ വെള്ളം കൂടെ തന്നെ, വെള്ളം കൂടെ വരുമ്പോൾ ഇതിന് മേടിക്കുന്ന വെള്ളം ചാടി ഇങ്ങനെ ഒഴുകും. അന്നേരം കാണാണ്ടല്ലോ, പ്രത്യേക ഒരു വൈബാണ്. അന്നേരം നമുക്കൊന്നൊരു വേറെ വീഡിയോ ചെയ്യാം. കണ്ടോ, അപ്പോൾ മുത്തിക്കാട് എന്ന് പറഞ്ഞാൽ ആണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഇരുമ്പാലം കഴിഞ്ഞ് പോരുമ്പോൾ മുത്തിക്കാടെന്ന് ആണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, ഇവിടെയും സന്ദർശിക്കുക ഒരിക്കലെങ്കിലും. കുറച്ചുകൂടെ മഴയൊക്കെ പെയ്ത് വെള്ളമായി കഴിഞ്ഞ് വന്നാൽ അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും. കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ ഒരു കിണർ പോലെ ഉണ്ടോ, അതേ നല്ല തെളിനീര് കണ്ണാടി പോലെ കിടക്കണ വെള്ളം കണ്ടോ, കിടിലൻ വെള്ളം. അതിനകത്ത് മീനൊന്നുമില്ല, കുറച്ച് തവളകളുണ്ട്. യൂക്കാലിമരാണ് മറിഞ്ഞാടി കിടക്കണത് കേട്ടോ. ഈ ഇതിലൂടെയൊക്കെ നിൽക്കണ മൊത്തം ഫുള്ള് യൂക്കാലിയാണ്. ഇതിൻ്റെ ഇലയോ തടിയുടെ കാതലോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു. ഇത് വാരൻ എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. കിണറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ, നല്ല ആഴമുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ ഇറങ്ങി കയറാനൊന്നും പറ്റില്ല. ഇതേ ഇപ്പോൾ ഈ ഇതിലൂടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും, കവിഞ്ഞ് നിറഞ്ഞ് ഒഴുകും. ഇപ്പം അന്നേരം നല്ല രസമായിരുന്നു നടക്കാനൊക്കെ, നിറച്ച് വെള്ളത്തേക്കൂടെ കാലും കൊണ്ട് ഇങ്ങനെ തട്ടി അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ സ്പോട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇങ്ങോട്ട് വരാനുള്ള ഇരുമ്പ് പാലത്തു നിന്ന് കയറി വരിക, എഡിസൺ സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോരുക. അവിടെ നിന്ന് കുറച്ചും കൂടെ പോകുന്ന കഴിയുമ്പോൾ ടാറിങ് വഴിയാണ്. അവിടെ നിന്നൊരു ചെറിയ വഴിയുണ്ട്, ഞാൻ ആദ്യം കാണിച്ച് നടന്നു, ആ വഴിയിലൂടെ വരിക. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള നമ്മുടെ സ്ഥലമാണ്, അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇവിടെയൊക്കെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമൊക്കെ കേട്ടോ, നിരത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. പിന്നെ പറഞ്ഞാൽ ഈ കല്യാണത്തിന് വീഡിയോ എടുക്കാനും അങ്ങനെ ഈ ഫോട്ടോ എടുക്കാനും അതിനൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. കുറേ പാറകളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എന്നാ പറഞ്ഞാൽ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം, അടിപൊളി, ഒന്നും പറയാം. അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പത്താമേലിൽ എന്ന സ്ഥലമുണ്ട്. ആ പത്താമേലിൽ എന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വാളറ വെള്ളച്ചാട്ടത്തിന് മുകൾ വശമുണ്ട്, മുകൾ വശത്തേക്ക് പോകാൻ പറ്റും. അങ്ങനെ അടിപൊളി കിട്ടുന്ന സ്പോട്ടാണ്. പാറയുടെ മേളിലൊന്ന് കയറി നോക്കാം. പാറപ്പുറത്ത് കയറാൻ ഞാൻ പറഞ്ഞു, കയറി നോക്കാം കേട്ടോ. പിള്ളേരെ കാര്യം കയറിയായിരുന്നു. സിമ്പിളായിട്ട് കയറാൻ പറ്റില്ലേ, ഇതിലൂടെ ഇങ്ങനെ ചവിട്ടി കയറാൻ പറ്റും കേട്ടോ. തെന്നി പോകുന്നില്ല, അടിപൊളി. ഹായ്, സൂപ്പർ, എന്താ പറയുക, നല്ല വല്ലാത്തൊരു ഫീല്, അടിപൊളി ഗായ്സ്, സൂപ്പർ, അടിപൊളി. കണ്ടോ എന്ത് രസം നോക്കി, അടിപൊളിയല്ലേ. കണ്ടോ അതെ നമ്മുടെ കുറച്ച് പശുവിനൊക്കെ രണ്ടെണ്ണത്തിന് തീറ്റാൻ കൊണ്ടിട്ടുണ്ട്. നല്ല രസം. ഇപ്പോൾ മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞിരിക്കണ സമയമാണ്. എന്താ പറഞ്ഞേ, നല്ല രസം. മഴ പെയ്ത് വെള്ളം കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ തൊട്ടടുത്ത് ഇവിടെയും വരെ ഇങ്ങനെ വെള്ളം കയറി കെട്ടി കിടക്കും. റോഡിൻ്റെ അടുത്ത് വരെ വെള്ളം കയറി കെട്ടി കിടക്കും. അപ്പോൾ നല്ല അടിപൊളി വൈബായിരിക്കും കാണാൻ. റീൽസൊക്കെ ചിത്രീകരിക്കാൻ നല്ല സ്പോട്ടാണ്. നമ്മളിവിടെ വന്ന് കുറച്ച് റീൽസൊക്കെ എടുത്തു കേട്ടോ. അടിപൊളി കുറേ റീൽസൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇങ്ങനെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാനും മഴയില്ലാത്തപ്പോൾ നല്ല രസമുണ്ട്. കണ്ടോ. അപ്പോൾ നമ്മൾ ഇടുക്കി ജില്ലയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇരുമ്പുപാലത്തെ മുത്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി സ്പോട്ടുകളും കിടിലൻ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും ബൈ.